അഞ്ചാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ 7ാമത്തെ ചാപ്റ്ററായ മാജിക് ഓഫ് സെൻസസ് എന്ന് പറയുന്ന പാഠഭാഗമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. ഇതിൻ്റെ മലയാളം വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മലയാളം മീനിങ് ഡീറ്റെയിൽ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അത് കയറി കണ്ടു നോക്കുക. ഇന്ദ്രിയ ജാലകം എന്നാണ് മാജിക് ഓഫ് സെൻസസ് എന്ന് പറയുന്നതിൻ്റെ മീനിങ്. ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട്. നായ എന്താ പറയുന്നത്? ഐ ക്യാൻ റെക്കഗ്നൈസ് ഈവൻ ദ ലോവസ്റ്റ് ഓഫ് ദ സൗണ്ട്. അല്ല, എനിക്ക് എത്ര ചെറിയ സൗണ്ടും കേൾക്കാൻ സാധിക്കും. പരുന്ത് എന്താ പറയുന്നത്? ഐ ക്യാൻ സീ ദ പ്രേ ഇവൻറ്റ് ഫ്രം ദ ഗ്രേറ്റ് ഡിസ്റ്റൻസ്. എനിക്ക് എത്ര ദൂരെയുള്ള കാഴ്ചകളും സൂക്ഷ്മതയോടെ കാണാൻ സാധിക്കും. ബട്ടർഫ്ലൈ എന്താ പറയുന്നത്? ഐ ക്യാൻ റെക്കഗ്നൈസ് ടേസ്റ്റ് യൂസിങ് മൈ ലെഗ്. എൻ്റെ കാലുകൾ ഉപയോഗിച്ചിട്ട് എനിക്ക് തേനിൻ്റെ ടേസ്റ്റ് അറിയാൻ സാധിക്കും. പിന്നെ കരടി എന്താ പറയുന്നത്? ഐ ക്യാൻ റെക്കഗ്നൈസ് ഈവൻ ദ ഫൈൻറ്റസ്റ്റ് ഓഫ് സ്മെല്ല്. എനിക്ക് ഏത് ചെറിയ വസ്തുക്കളും മണത്ത് കണ്ടുപിടിക്കാൻ സാധിക്കും. പിന്നെ മുതല എന്താ പറയുന്നത്? ഈവൻ ഇഫ് മൈ ബോഡി ഈസ് ഹാർഡ് ലൈക്ക് എ റോക്ക് ഐ വിൽ നോ വേർ എവർ ടച്ച്ഡ്. അല്ല, എൻ്റെ കല്ല് പോലെയുള്ള പുറംതൊലി കൊണ്ട് എനിക്ക് എവിടെയും അനുഭവപ്പെടാൻ സാധിക്കും ടച്ച് ചെയ്താൽ. അല്ലേ? യു ഹാവ് റീഡ് വാട്ട് ഈച്ച് ക്രിയേച്ചേഴ്സ് ഹാഡ് സെഡ് ഹാവിൻ യു. അല്ലേ, ഈ ക്രിയേച്ചേഴ്സൊക്കെ പറയുന്നത് ശ്രദ്ധിച്ചില്ലേ നിങ്ങൾ? വാട്ട് ആർ ദ സ്പെഷ്യൽ എബിലിറ്റി ഓഫ് ദീസ് ക്രിയേച്ചേഴ്സ് ടു റെക്കഗ്നൈസ് ദെയർ സറൗണ്ടിങ്സ്. അല്ല, എന്തെല്ലാം കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടാണ് അവർ ചുറ്റുപാടുമുള്ളതെല്ലാം മനസ്സിലാക്കുന്നത്? എക്സാമിൻ ദ ഇല്ലുസ്ട്രേഷൻ ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ ബിലോ. അല്ല, ഈ ടേബിള് ഓരോ ജീവികളുടെ ക്രിയേച്ചേഴ്സിനനുസരിച്ച് ഓർഗനും സ്പെഷ്യൽ എബിലിറ്റിയും എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഈഗിളിൻ്റെ ഇവിടെ തന്നിട്ടുണ്ട്. ഐസ് ഫാസ്റ്റ് സൈറ്റാണ്. ബട്ടർഫ്ലൈ, ക്രോക്കോഡൈൽ, ഡോഗ്, ബിയർ ഇതിൻ്റെ എല്ലാം ഓർഗനും സ്പെഷ്യൽ എബിലിറ്റിയും കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ബട്ടർഫ്ലൈ ഫീറ്റാണ് ഓർഗന്. അല്ലേ? റെക്കഗ്നൈസ് ടേസ്റ്റ്. അല്ലേ? രുചി അറിയാനാണ്. ക്രോക്കോഡൈലോ സ്കിന്നാണ്. അല്ലേ? തൊലിയാണ്. ഫീൽ ടച്ച് തൊടുന്നത് അനുഭവപ്പെടും. ഡോഗ് ഇയറാണ്, ചെവിയാണ്. പവർഫുൾ ഹിയറിംഗ് ആണ്, കേൾവിശക്തി കൂടുതലാണ്, സ്പെഷ്യൽ എബിലിറ്റി. ഇനി ബിയർ നോസാണ്, മൂക്ക്. അല്ലേ? ഐഡൻറ്റിഫൈ ഫൈൻഡ് സ്മെല്ല്. എല്ലാ ചെറിയ മണവും മണത്ത് കണ്ടുപിടിക്കാനുള്ള സ്പെഷ്യൽ എബിലിറ്റിയാണ് ബിയറിനുള്ളത്. These organs help the creatures to understand their surroundings through sight, touch, hearing, smell and taste. Similarly, which are the organs that help us to understand our surroundings? അല്ലെ, നമുക്ക് ചുറ്റുമുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഓർഗൻസ് ഏതൊക്കെയാണ്? ഐസ് തന്നിട്ടുണ്ട്, സൈറ്റ്. അല്ലേ? കണ്ണ് കാഴ്ചയ്ക്കാണ്. ഇയേഴ്സ് ഹിയറിംഗ് ആണ്. അല്ലേ? ചെവി കേൾക്കാനാണ്. നോസ് സ്മെല്ലാണ്. ടങ് ടേസ്റ്റാണ്. സ്കിന്ന് ടച്ചാണ്. അല്ലേ? ഇയേഴ്സ് കേൾവി, മൂക്ക് മണം, ടങ് അല്ലെ നാവ് രുചി, സ്കിന്ന് അല്ലേ തൊലി അല്ലേ അല്ലെങ്കിൽ ത്വക്ക് ടച്ചാണ്. അപ്പോൾ സെൻസ് ഓർഗൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രിയേച്ചേഴ്സ് ഹാവ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓർഗൻസ് ദാറ്റ് ഹെൽപ്പ് ദം ടു അണ്ടർസ്റ്റാൻഡ് ദ സറൗണ്ടിങ്സ്. These organs are called sense organs. Eyes, ears, nose, tongue and skin are the sense organs of human beings. Who will win? Shall we conduct a contest? അല്ലേ, ഒരു പരീക്ഷണം നടത്താനാണ് പറഞ്ഞിട്ടുള്ളത്. കീപ്പ് എ ലോക്ക് ആൻഡ് സം കീസ് ഓൺ ദ ടേബിൾ ആസ് ഷോൺ ഇൻ ദ പിക്ചർ. പിക്ചറിൽ കാണുന്ന എന്താണ് ഒരു താക്കോലുകളും പൂട്ടും വെക്കുക. ബ്ലൈൻഡ് ഫോൾഡ് those children who are ready to participate in the contest. The winner is one who opened the lock without 30 സെക്കൻഡ്. അല്ലേ, 30 സെക്കൻഡിനുള്ളിൽ ആരാണോ കണ്ണടച്ചിട്ട് ഈ പൂട്ട് തുറക്കുന്നത് അവരായിരിക്കും വിജയി. ഡിഡ് എവ്രിവർ ഹു വാസ് ബ്ലൈൻഡ് ഫോൾഡ് വിൻ ടു ഓപ്പൺ ദ ലോക്ക്? നോ. എല്ലാവർക്കും ഇത് പെട്ടെന്ന് കാണാതെ തുറക്കാൻ കഴിയുമോ? ഇല്ല. ഈസ് ഇറ്റ് ഈസി ടു റെക്കഗ്നൈസ് ഒബ്ജക്റ്റ് വിത്തൗട്ട് ദ ഹെൽപ്പ് ഓഫ് ദ ഐസ്? കണ്ണിൻ്റെ കാഴ്ചയില്ലാതെ നിങ്ങൾക്ക് ഇത് എളുപ്പമായിട്ട് തുറക്കാൻ സാധിക്കുമോ? ഇല്ല. നോ. ഡ്രോ ദ പിക്ചർ ഓഫ് ഐസ് ആൻഡ് കളർ ഇറ്റ്. കണ്ണിൻ്റെ ചിത്രം വരച്ച് കളർ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അടുത്തത് വെൻ ദ പൊസിഷൻ ചേഞ്ചസ്. ആർ ദ ഐസ് ഓഫ് അതർ ക്രിയേച്ചേഴ്സ് സിമിലർ ടു അവർ ഓൺ ഐസ്? എല്ലാ ജീവികളുടെയും കണ്ണ് നമ്മളെ പോലെയാണോ? അല്ല. ലുക്ക് അറ്റ് ദ പൊസിഷൻ ഓഫ് ഐസ് ഓഫ് ദ ക്രിയേച്ചർ ഇൻ ദ പിക്ചർ. ഈ പിക്ചറിൽ കാണുന്ന ജീവികളുടെ കണ്ണിൻ്റെ പൊസിഷൻ ശ്രദ്ധിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഹൗ ഡസ് ദ പൊസിഷൻ ഓഫ് ദ ഐസ് ഹെൽപ്പ് ദിസ് ക്രിയേച്ചർ? ക്ലാസിഫൈ ക്രിയേച്ചർ ഇൻ ടു ഗ്രൂപ്പ് ഓൺ ദ ബേസിസ് ഓഫ് ദ പൊസിഷൻ ഓഫ് ദെയർ ഐസ്.
അല്ലേ, അവർക്ക് അവരുടെ ആ കണ്ണിൻ്റെ പൊസിഷൻ അനുസരിച്ച് എന്താണ് തരംതിരിച്ച് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ദോസ് വിത്ത് ഐസ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ഹെഡ്, അല്ലേ, തലക്ക് നേരെയായിട്ടുള്ളവയും ദോസ് വിത്ത് ഐസ് ഓൺ ദ സൈഡ്സ് ഓൺ ദ ഹെഡ്, അല്ലേ, രണ്ട് സൈഡിലുള്ള കണ്ണുള്ള ജീവികളെയും തരംതിരിച്ചെഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ക്യാറ്റ്, മങ്കീസ്, ഹ്യൂമൻസ്, ലയൺ, ഓൾസ്, ടൈഗർ, ഡോഗ്, ഇതൊക്കെ ദോസ് വിത്ത് ഐസ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ഹെഡ് ആണ്. ഇനി സൈഡ്സ് ഓഫ് ദ ഹെഡ് റാബിറ്റ്, കൗ, ക്രോ, പീജിയൻ, പാരറ്റ്, സീബ്ര, ഡിയർ, എലിഫന്റ്. Animals with eyes on the front of their heads are able to preciously understand the position and distance of the object. This peculiarity of animals like tiger and lions helps them to catch their prey. Animals with eyes on the sides of their heads are able to see both the sides. These features help animals like deer and rabbits to escape from their predators. അല്ലേ, ശത്രുക്കളിൽ നിന്നും രക്ഷ നേടാൻ അവരെ സഹായിക്കുന്നു. ഇനി ക്യാറ്റിനെ കുറിച്ച് എന്താ കൊടുത്തിട്ടുള്ളത്? ദ പപ്പിൾ ഓഫ് ക്യാറ്റ്സ് ഐസ് അപ്പിയേഴ്സ് ടു കൺസ്ട്രിക്റ്റ് ഇൻ ദ ഡെയിലി ലൈറ്റ് ആൻഡ് ഡിലൈറ്റ് ടു മാക്സിമം അറ്റ് നൈറ്റ്. ദിസ് ഹെൽപ്സ് ദ ക്യാറ്റ് ടു സീ ഈവൻ ഇൻ ലോ ലൈറ്റ്. എ ക്യാറ്റ്സ് ഐ ഹാസ് എ ലെയർ ഓഫ് specialized cells. That is the reason for the shining of their eyes at night. The eyes of many animals that hunt for prey at night have this feature. ഇനി ഓള്, മൂങ്ങയെ കുറിച്ച് എന്താ പറയുന്നത്? The owl has large eyes directly at the front of its head. The owl is also able to see sides behind it by rotating its neck to the back. ഇനി ചാമിയോലിയൻ എന്താണ്? മരയോന്ത്, അല്ലേ. ദ ചാമിലോയൻ ക്യാൻ simultaneously move its eyes in different directions and see around it. ഐ ഡിസീസസ്, കണ്ണിന് വരുന്ന രോഗങ്ങളാണ്. കൺജക്റ്റീവ് സ്പ്രെഡിങ്. Many people in the state are seeking treatment for conjunctivitis. This disease spreads fast among children. Care should be taken not to touch the objects used by the patient, as this is communicable disease. Medical officer, പ്രൈമറി ഹെൽത്ത് സെൻറ്റർ, അല്ലേ, ഒരു നോട്ടീസാണ്. മെഡിക്കൽ ഓഫീസറിൻ്റെ പ്രൈമറി ഹെൽത്ത് സെൻറ്ററിൽ നിന്നുള്ള ഒരു നോട്ടീസാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഹാവ് യു സീൻ ദ നോട്ടീസ് ഇഷ്യൂഡ് ബൈ ദ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ്? വാട്ട് ആർ ദ സിംറ്റംസ് ഓഫ് കൺജക്റ്റീവിസ്റ്റ്? അല്ലേ, ഈ ചെങ്കണ്ണ് പടരുന്നതിനുള്ള ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? പെയിൻ ഇൻ ദ ഐ, കണ്ണിലുള്ള വേദന. റെഡ്നെസ് ഇൻ ദ ഐസ്, കണ്ണിൽ വരുന്ന ചുവപ്പ്. ഇറിറ്റേഷൻ ആൻഡ് ഇച്ചിങ്, അല്ലെ, അസഹീനമായിട്ടുള്ള കടച്ചിലും ഇറിറ്റേഷൻസും ഒക്കെ. വാട്ട് അതർ ഐ ഡിസീസ് ഡു യു നോ? നിങ്ങൾക്കറിയാവുന്ന മറ്റുള്ള കണ്ണ് രോഗങ്ങൾ എന്തൊക്കെയാണ്? കാറ്ററാക്ട്സ്, അല്ലേ, കളർ ബ്ലൈൻഡ്നെസ്, തിമിരവും, പിന്നെന്താണ്, കണ്ണിൻ്റെ ആ ഒരു നിറമാറ്റം അല്ലെങ്കിൽ കാഴ്ച കുറയുന്ന അവസ്ഥ. ലുക്ക് അറ്റ് ദ പിക്ചർ, അല്ലേ, ഡോക്ടർ റീഡ് ചെയ്യിപ്പിക്കുന്നുണ്ട്, അല്ലേ, ഒരു കുട്ടീനെ കൊണ്ട്. എന്താണ്? കണ്ണിൻ്റെ ടെസ്റ്റ്, കാഴ്ചയുടെ ശക്തി എത്രത്തോളം ഉണ്ടെന്ന് ടെസ്റ്റ് ചെയ്യുകയാണ്. ഹാവ് യു സീൻ ദ ചാർട്ട് യൂസ്ഡ് ഫോർ വിഷൻ ടെസ്റ്റ്? കണ്ണ് കാഴ്ച ശക്തി പരിശോധിക്കുന്ന ഈ ടെസ്റ്റ് ചാർട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കളക്ട് മോർ ഇൻഫർമേഷൻ അബൌട്ട് ദം. സിനൽ ചാർട്ട് എന്നാണ് ഇതിന് പറയുക. There are letters of different sizes in the chart commonly used for testing eyesight. അല്ലേ, ലെറ്റേഴ്സിൻ്റെ പലതരത്തിൽ വലുപ്പത്തിലുള്ള അക്ഷരങ്ങളുടെ ഒരു ചാർട്ടാണ്. ദ ലെറ്റേഴ്സ് ആർ അറേഞ്ച്ഡ് ഇൻ സച്ച് എ വേ ദാറ്റ് ദ സൈസ് ഡിക്രീസസ് ഫ്രം ടോപ്പ് ടു ബോട്ടം. ദിസ് വാസ് ഡെവലപ്ഡ് ബൈ ഡച്ച് ഓപ്തോമോളജിസ്റ്റ് ഹെർമൻ സ്റ്റെനൽ ഇൻ 1862. The visually challenged. How do you visually challenged individual understand their surroundings? Examine the different currency note. In what way do they different? Which features help the visually challenged individuals to recognize the currency note? Prepare a short note. Look at the picture. എന്താണ് നമ്മുടെ കറൻസി ഇന്ത്യൻ റുപ്പീസ് എടുത്താൽ എന്താണ് അതിൽ കാണുന്ന പ്രത്യേകത എന്നാണ് ചോദിച്ചിട്ടുള്ളത്.
In Indian rupee notes, there are engraved markings on the sides of the note which help blind people to identify the notes. അല്ല ആ വശങ്ങൾ ആ നോട്ടിൻ്റെ വശങ്ങൾ ടച്ച് ചെയ്താൽ ആ ബ്ലൈൻഡ് പീപ്പിളിന് ആ നോട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. ഇനി സീറ്റ് നമ്പർ ഇൻ ട്രെയിൻ കണ്ടല്ലോ, ദ ടൈറ്റിൽ ഓൺ ദ ഫുട്പാത്ത് കണ്ടല്ലോ, ടൈൽ ഓൺ ദ ഫുട്പാത്ത് കണ്ടല്ലോ, കണ്ടില്ലേ? വാട്ട് ആർ ദ സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഓൺ ഒബ്സർവ്ഡ്? എന്താണ്, ലോങ് ആൻഡ് ഹാഡ് ആയിട്ടാണ് റൈറ്റ് ചെയ്തിട്ടുള്ളത് അല്ലേ. അതുപോലെ തന്നെ ടൈൽ ഓൺ ദ ഫുട്പാത്ത് എന്നുള്ളത് നല്ല തിക്കായിട്ടാണ് അല്ലേ, നല്ല കട്ടിയിലാണ്. ഹൗ ഡു ദേ ബെനിഫിറ്റ് വിഷ്വലി ചാലഞ്ചഡ് ഇൻഡിവിജ്വൽസ്? വിച്ച് ഫീച്ചേഴ്സ് of the devices like mobile phone, watches, computers, etc. help them? What are the other system on help them? The smart cane and the digital braille slate are example for the changes in these system due to the development in technology. Collect more information about the features of these devices. കാഴ്ചക്കാരെ സഹായിക്കുന്ന ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഡിവൈസസുകളാണ് ഇവിടെ തന്നിട്ടുള്ളത്. അതിലൊന്നാണ് സ്മാർട്ട് കെയിന്. അതെങ്ങനെയെല്ലാമാണ് കാഴ്ചക്കാരെ സഹായിക്കുന്നത്? ടു ഫൈൻഡ് ദ വേ, വഴി തിരിച്ചറിയാൻ. ഇറ്റ് ഹെൽപ്സ് ടു ഫൈൻഡ് ദ വേ മോർ ഈസിലി. ദ ലൊക്കേറ്റ് ഒബ്സ്ട്രാക്റ്റ്. Ultraviolet infrared sensors can be used to locate obstacles in real time. ലൊക്കേഷനൊക്കെ തിരിച്ചറിയാൻ അതിലുള്ള ആ ഒരു സെൻസേഴ്സ്, ഇൻഫ്രാറെഡ് സെൻസേഴ്സ് കൊണ്ട് സാധിക്കും. ഇനി കണക്ടിവിറ്റി. സ്മാർട്ട് കെയിൻസ് ക്യാൻ ബി കണക്റ്റഡ് ത്രൂ ബ്ലൂടൂത്ത് ടു സ്മാർട്ട് ഫോൺസ് ഓർ അതർ ഡിവൈസസ് ടു ഐഡൻറ്റിഫൈ ഫോൾസ്. ഇറ്റ് പാസസ് ഇൻഫോർമേഷൻ ടു ദ concerned if there is a fall and the individual is unable to get up. ഇനി customization, adjustable height, different handle grips, different sensory feedback arrangements. Data collection. They can collect information about distance traveled, walking speed, obstacles faced, etc. അല്ലേ? See pictures and instruction in the health department brochure. അല്ലേ? Just take care, see for a long time. അല്ലേ? ഈ പിക്ചർ നോക്കുക. ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ഡു നോട്ട് റബ് ദ ഐസ്, കണ്ണ് തിരുമ്മരുത്. ഡു നോട്ട് ടച്ച് ഇൻസൈഡ് ദ ഐസ്. ഡു നോട്ട് വാച്ച് ടെലിവിഷൻ ഇൻ ഡിം ലൈറ്റ്. ഡു നോട്ട് യൂസ് മൊബൈൽ ഫോൺസ്, കമ്പ്യൂട്ടർ, ടെലിവിഷൻ എക്സെട്ര ഫോർ എ ലോങ് പീരീഡ് ഓഫ് ടൈം. Do not use the handkerchiefs used by others. Read in a well-lit place. Get the eyes tested periodically. Include fruits, leafy and other vegetables in the diet. Do you follow this instruction? Yes. What health habit should you follow the health of the eyes? Write in your science diary. Ini hear and understand. How does the blindfold child in the picture understand the positions of her friends? We are able to understand our surroundings clearly when hearing combines with a sight. ആ കണ്ണ് കെട്ടിയിട്ടുള്ള കുട്ടി എങ്ങനെയാണ് മറ്റുള്ള കുട്ടികൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് മനസ്സിലാക്കുന്നത്? അവരുടെ ശബ്ദം കേട്ടിട്ട് അല്ലേ? ഡു വി ഗിവ് എനഫ് കെയർ ടു പ്രൊട്ടക്ട് ദ ഇയർ, ദ ഓർഗൻ ദാറ്റ് ഹെൽപ്സ് us to hear? വാട്ട് ഷുഡ് വി ഡു ഇൻ ദീസ് സിറ്റുവേഷൻ? ഹോ മൈ ഇയേഴ്സ് ഈസ് ആച്ചിങ്. അല്ലേ, ഒരു കുട്ടി പറയാണ് എൻ്റെ ചെവി വേദനിക്കുന്നു എന്ന്. അപ്പോൾ അമ്മ എന്താ പറയുന്നത്? കം ലെറ്റ്സ് ഗോ ആൻഡ് കൺസൾട്ട് ദ ഡോക്ടർ. വാ നമുക്ക് പെട്ടെന്ന് ഡോക്ടറെ കാണാൻ പോവാൻ. അപ്പോൾ മുത്തശ്ശി എന്താ പറയുന്നത്? ഹീ സം ഓയിൽ ആൻഡ് പോ ഇറ്റ് ഇൻ ടു ദ ഇയർ. ആ ചെവിയിലേക്ക് കുറച്ച് ചുടു വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി എന്ന് പറയുന്നുണ്ട്. ഈസ് ദ ഗ്രാൻഡ് ഫാദേഴ്സ് അഡ്വൈസ് കറക്റ്റ്? നോ. അല്ലേ, നമ്മൾ ഡോക്ടറെ കാണിക്കുകയാണ് വേണ്ടത്. What should we do in such situations? Don't follow treatment methods without a scientific basis. When we can access the service of healthcare professionals direct or over phone. അല്ലേ, നമ്മുടെ ഓരോ ചികിത്സ നടത്തരുത്. ഒന്നുകിൽ ഡോക്ടറെ ഡയറക്റ്റായിട്ട് കാണുക, അല്ലെങ്കിൽ ഫോൺ കോൾ വെച്ച് അഡ്വൈസ് തേടുക. യൂസ് മെഡിസിൻ ഇൻ ദ ഇയർ ഓൺലി അക്കോർഡിംഗ് ടു ദ ഇൻസ്ട്രക്ഷൻസ് ഓഫ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ്. അല്ലേ, ഡോക്ടറുടെയോ ഹെൽത്ത് കെയർ പ്രൊഫഷൻസിൻ്റെയോ ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ച് മാത്രം മെഡിസിൻ യൂസ് ചെയ്യുക. സെൽഫ് ട്രീറ്റ്മെൻറ്റ് ഈസ് ഡേഞ്ചറസ്. സ്വയം ചികിത്സിക്കുന്നത് അപകടമാണ്. ദിസ് ക്യാൻ ഈവൻ ലീഡ് ടു ലോസ് ഹിയറിംഗ്. അത് കേൾവി നഷ്ടപ്പെടാൻ കാരണമാകും.
Did you know the water getting inside the ear can cause injury or infection to the ear? അല്ലേ, വെള്ളം ചെവിയിൽ കയറിയാൽ എന്താണ്, ഇൻഫെക്ഷൻ വർദ്ധിക്കും അല്ലേ. ദിസ് മേ ലീഡ് ടു ഇയർ എച്ച് ആൻഡ് ഈവൻ ലോസ് ഓഫ് ഹിയറിംഗ്. അത് കാരണം നമുക്ക് എന്താണ്, ചെവിയുടെ കേൾവി നഷ്ടപ്പെടാൻ കാരണമാകും. വാട്ട് ഷുഡ് ബി കെയർഫുൾ എബൌട്ട് ടു അവോയ്ഡ് സച്ച് എ പ്രോബ്ലംസ്? ഇങ്ങനെയുള്ള പ്രോബ്ലംസ് അവോയ്ഡ് ചെയ്യാൻ എന്തൊക്കെ ശ്രദ്ധിക്കണം? ഡോണ്ട് പുട്ട് എനി ഒബ്ജക്ട് സച്ച് എ പെൻസിൽ, പെൻ, മാച്ച് സ്റ്റിക്ക്, സേഫ്റ്റി പിൻ എക്സെട്ര ഇൻ ടു ദ ഇയർ. അല്ല, ഈ പറഞ്ഞ സാധനങ്ങളൊന്നും ചെവിയിൽ ഇടാതിരിക്കുക. പിന്നെ എന്തൊക്കെയാണ്? അവോയ്ഡ് എക്സ്പോഷർ ടു ലൗഡ് നോയ്സ്. അല്ല, ഉച്ചത്തിലുള്ള ശബ്ദങ്ങൾ എന്താണ് ഒഴിവാക്കുക. സ്റ്റോപ്പ് യൂസിങ് കോട്ടൺ സ്വാബ്സ്. കോട്ടൺ സ്വാബ്സ് ഉപയോഗം നിർത്തുക. കീപ് യുവർ ഇയേഴ്സ് ഡ്രൈ. എപ്പോഴും എന്താണ്, ചെവി ഉണങ്ങിയായിട്ട് സൂക്ഷിക്കുക. ഹിയറിംഗ് എയ്ഡ്സ്. ലോസ് ഓഫ് ഹിയറിംഗ് ഒക്യൂർ ഡ്യൂ ടു മെനി റീസൺസ്. പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് കേൾവി നഷ്ടപ്പെടാം. ഹിയറിംഗ് എയ്ഡ്സ് ആർ ഡിവൈസസ് ടു സോൾവ് ദിസ് പ്രോബ്ലം. അങ്ങനെയുള്ള കേൾവി നഷ്ടപ്പെടുന്ന സഹായിക്കുന്നതാണ് ഹിയറിംഗ് എയ്ഡ്സ്. എ വൈഡ് വേരിയസ് ഓഫ് ഹിയറിംഗ് എയ്ഡ്സ് ആർ അവൈലബിൾ നൗ വിത്ത് എ സ്പെഷ്യൽ ഫീച്ചേഴ്സ് ടു ഇൻക്രീസ് സൗണ്ട് വോളിയം ആൻഡ് ക്ലാരിറ്റി. അല്ല, ഇന്നത്തെ കാലത്ത് ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഹിയറിംഗ് എയ്ഡ്സ് അല്ലേ, ഒരുപാട് ഗുണങ്ങളും ഒരുപാട് പുതിയ പുതിയ ഫീച്ചേഴ്സും ഇൻക്രീസ് സൗണ്ട്, ഉച്ചത്തിൽ സൗണ്ട്, വോളിയം, ക്ലാരിറ്റി ഒക്കെ ഉള്ള ഹിയറിംഗ് എയ്ഡ്സ് ഇന്നത്തെ കാലത്ത് അവൈലബിൾ ആണ്. ഇനി കോക്ലിയർ ഇമ്പാക്ട് സർജറി എന്താണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ് കോക്ലിയർ ഇമ്പാക്ട് സർജറി? ഈസ് എ സർജറി ടു കറക്റ്റ് കോൺവെൻഷണൽ ഹിയറിംഗ് ലോസ്. This is a surgery to transplant the cochlea inside the ear. Next, recognizing the smell. എങ്ങനെയാണ് മണം തിരിച്ചറിയുന്നത്? ലുക്ക് അറ്റ് ദ പിക്ചർ. ഒരു കുട്ടി പറയുന്നുണ്ടല്ലേ, വാവ് സാവറി സ്മെൽ, എന്തൊരു മണം എന്നല്ലേ. അപ്പോൾ അടുത്തുള്ള കുട്ടി എന്താ പറയുന്നത്? ഐ എം നോട്ട് ഏബിൾ ടു സ്മെൽ ബിക്കോസ് ഐ ഹാവ് എ കോൾഡ്. എനിക്ക് ജലദോഷമായതിനാൽ എനിക്ക് മണം കിട്ടുന്നില്ല എന്ന കുട്ടി പറയുന്നുണ്ട്. വാട്ട് ഈസ് ദ റീസൺ ഫോർ ലോസ് ഓഫ് സ്മെൽ വെൻ യു ഹാവ് എ കോൾഡ്? അല്ലേ, കോൾഡ് ഉണ്ടായിരിക്കുമ്പോൾ മണം നഷ്ടപ്പെടാനുള്ള കാരണം എന്താണ്? ദ റീസൺ ഫോർ ദിസ് ഈസ് സെക്രേഷൻസ് ഇൻ ദ നോസ്. ദ ഫങ്ഷൻ ഓഫ് ദിസ് secretions is to remove the dust particular and pathogens getting inside the nose. അല്ലേ, the cold is a condition when this secretions is produced in excess when there is a virus infection. When secretions is produced in excess, the odor particles will not reach the cell that help to recognize the smell. That is why we don't recognize smell. അല്ലേ, മൂക്കിലുള്ള ആ ഒരു എന്താ നമ്മൾ ചീരാപ്പ് എന്നൊക്കെ പറയില്ലേ, മൂക്കിലുള്ള ആ സ്രാവകം, അതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് അല്ലേ. വി നീഡ് ദ നോസ് നോട്ട് ജസ്റ്റ് ടു സ്മെല്ല്. മണക്കാൻ മാത്രമാണോ നോസ് ഉള്ളത്? അല്ല, ബട്ട് ആൾസോ ടു ബ്രീത്ത്, ശ്വാസം വലിക്കാനും അല്ലേ. ഡോണ്ട് ബി, ശരിയല്ലേ. വാട്ട് ഷുഡ് ബി ക്യാൻ കെയർഫുൾ ഓഫ് ടു പ്രൊട്ടക്ട് ദ നോസ്? എങ്ങനെയല്ല നോസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാം? ഡു നോട്ട് പുട്ട് എനി ഒബ്ജക്റ്റ് ഇൻസൈഡ് ദ നോസ്. മുക്കിലേക്ക് ഒരു സാധനങ്ങളും എടുത്തിടാതിരിക്കുക. ഡോണ്ട് ബ്ലോ യുവർ നോസ് ഫോഴ്സ്ഫുള്ളി. ഒരൊക്കെ എന്താണ്, ചീറ്റാതിരിക്കുക. മൂക്ക് ഉച്ചത്തിൽ ചീറ്റാതിരിക്കുക അല്ലേ, ശക്തിയായിട്ട് ചീറ്റാതിരിക്കുക. പിന്നെന്തൊക്കെയാണ്? ട്രൈ ടു അവോയ്ഡ് ഡസ്റ്റ് ആൻഡ് സ്മോക്ക് എൻറ്ററിങ് ദ നോസ്. അല്ലേ, പൊടിപടലങ്ങൾ മൂക്കിൽ കയറാതിരിക്കുക. Secretions particles from the nose and mouth are likely to fall on other pupil bodies while we sneeze or cough. അല്ലേ, നമ്മൾ മൂക്ക് ചീറ്റുമ്പോഴോ അല്ലെങ്കിൽ ചുമക്കുമ്പോഴൊക്കെ മറ്റുള്ളവർക്കും അല്ലെ ഈ രോഗം പകരാൻ, അല്ലെങ്കിൽ മൂക്ക് ചീറ്റുന്ന ഈ സ്രവം എന്താണ് അവരുടെ ശരീരത്തിലും കയറാൻ സാധ്യതയുണ്ട്. വാട്ട് ഷുഡ് ബി ഡൺ ടു അവോയ്ഡ് ദിസ്? എങ്ങനെയെല്ലാം അത് നമുക്ക് അവോയ്ഡ് ചെയ്യാം? കവർ ദ മൗത്ത് ആൻഡ് നോസ് വിത്ത് എ ക്ലീൻ ഹാൻഡ് കർച്ചീഫ്. ഡോണ്ട് യൂസ് ഹാൻഡ് കർച്ചീഫ് യൂസ്ഡ് ബൈ അതേഴ്സ്. വാഷ് ദ ഹാൻഡ്സ് ഓഫ്റ്റൻ. അല്ലേ, ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. വൗ സച്ച് എ ഗ്രേറ്റ് ടേസ്റ്റ്. പിക്ചർ തന്നിട്ടുണ്ട് അല്ലേ, ഒരുപാട് ഭക്ഷണ പദാർത്ഥങ്ങളുണ്ട്. ഡിഡ് യു സീ ദ ഡിഫറെൻറ്റ് ഫുഡ് ഐറ്റംസ് ഇൻ ദിസ് പിക്ചർ? അല്ലേ, ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഉണ്ട്. ഡു ദേ ഓൾ ടേസ്റ്റ് ദ സെയിം? എല്ലാത്തിൻ്റെ ടേസ്റ്റും ഒന്നാണോ? നോ. വെൻ ഈസ് ഇറ്റ് പോസിബിൾ ടു സെൻസ് ദ ട്രൂ ടേസ്റ്റ് ഓഫ് ഫുഡ്? വെൻ ഇറ്റ് ഈസ് വെൽ ചവ്ഡ് ഓർ നോട്ട്. വൈ? എപ്പോഴാണ് ഓരോ ഫുഡിൻ്റെയും ടേസ്റ്റ് നമുക്ക് അനുഭവപ്പെടുന്നത്? നന്നായിട്ട് ചവച്ചരച്ച് കഴിക്കുമ്പോഴാണ് അല്ലേ. We sense taste when it is dissolved in salvia and stimulates the taste buds.
അല്ലേ? ചവച്ചരച്ച് കഴിക്കുമ്പോൾ ആ നാവിലുള്ള ആ ഒരു ടേസ്റ്റിൻ്റെ ഗ്രന്ഥിയിൽ അത് കിട്ടുമ്പോഴാണ് ആ ഒരു ഭക്ഷണത്തിൻ്റെ രുചി നമുക്ക് കിട്ടുന്നത്. ലിസ്റ്റ് ദ ടേസ്റ്റ് ഓഫ് ദ ഫുഡ് യു കൺസ്യൂം ഇൻ എ ഡേ. ഒരു ദിവസം നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണവും അതിൻ്റെ ടേസ്റ്റും എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെയാണ്? ലൈം പിക്കിൾ, നാരങ്ങ അച്ചാർ, സോറാണ് അല്ലേ, പുളി. റൈപ്പ് മാംഗോക്ക് എന്താണ്? സ്വീറ്റാണ്, പഴുത്ത മാങ്കോക്ക്. ബിറ്റർ ഗ്രൗണ്ട് കറി എന്താണ്? പപ്പായക്ക് ബിറ്റർ അല്ലേ, ബിറ്ററാണ്, കയ്പ്പാണ്. ചില്ലി എന്താണ്? സ്പൈസാണ്, മുളക്, സ്പൈസിയാണ്, എരു. ഇനി ഡസ് ദ ടങ് ഹെൽപ്പ് ഓൺലി ഇൻ ടേസ്റ്റിംഗ്. നാവ് ടേസ്റ്റിങ്ങിന് മാത്രമാണോ സഹായിക്കുന്നത്? നോ. വാട്ട് ആർ ദ അതർ ഫങ്ഷൻസ് ഓഫ് ദ ടങ്? നാവിൻ്റെ മറ്റു ഫങ്ഷൻസ് എന്തൊക്കെയാണ്? ടോക്കിംഗ് അല്ലേ, സംസാരിക്കുന്നതിന്. ച്യൂയിങ് ആൻഡ് സ്വലോയിങ് അല്ലേ, ചവയ്ക്കുന്നതിനും അത് വിഴുങ്ങുന്നതിനും. വാട്ട് ഷുഡ് ബി ടേക്ക് കെയർ ഓഫ് ഫോർ ദ ഹെൽത്ത് ഓഫ് ദ ടങ്? ഡോണ്ട് ഈറ്റ് എക്സ്ട്രീംലി ഹോട്ട് ഓർ കോൾഡ് ഫുഡ് അല്ലേ, നാവിനെ സംരക്ഷിക്കാൻ എന്താണ്? കൂടുതൽ ചൂടായതോ കൂടുതൽ തണുത്തതോ കഴിക്കാതിരിക്കുക. ഡോണ്ട് ഫോഴ്സ്ഫുള്ളി ക്ലീൻ ദ ടങ് വിത്ത് എ ടങ് ക്ലീനർ. ടങ് ക്ലീനർ ഉപയോഗിച്ചിട്ട് നല്ല കട്ടിയായിട്ട് നാവ് വടിക്കാതിരിക്കുക. Touch and understand. Look at the picture. The objects like a ball, birds of different shapes, a glass of cold water, a smooth stone, and a rough stone are kept on the table. A child attempts to identify each object blindfolded. Do this activity in your class. നിങ്ങളുടെ ക്ലാസ്സിൽ ഒരു ആക്ടിവിറ്റി ആയിട്ട് ഇത് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു കുട്ടിയുടെ കണ്ണ് കെട്ടുക, എന്നിട്ട് കുറേ സാധനങ്ങൾ ടേബിളിൽ നിരത്തി വെക്കുക. കണ്ണടച്ച് വെച്ചിട്ട് കണ്ണ് കെട്ടിയിട്ട് അത് ഓരോന്നും എന്താണെന്ന് പറയാനുള്ള ഒരു ടെസ്റ്റ് അല്ലേ, ടച്ച് ചെയ്തിട്ട് മനസ്സിലാക്കി പറയാനാണ് പറഞ്ഞിട്ടുള്ളത്. കുഡ് യു റെക്കഗ്നൈസ് ഓൾ ദ ഒബ്ജക്റ്റ്? യെസ്. ഹൗ വേർ ദ റെക്കഗ്നൈസ്ഡ്? ടച്ചിങ് അല്ലേ. വാട്ട് ഓൾ ഫീച്ചേഴ്സ് ക്യാൻ ബി റെക്കഗ്നൈസ്ഡ് ത്രൂ ടച്ച്? വിച്ച് ഓർഗൻസ് ഹെൽപ്ഡ് യു ഇൻ ദിസ്? സൈസ് അല്ലേ. ദ സ്കിൻ ഈസ് ദ ഓർഗൻ ദ എന്താണ് ഹെൽപ്പ് ചെയ്യുന്നത് അല്ലേ, ടച്ച് ചെയ്തിട്ട് നമുക്ക് അതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മളെ സ്കിന്നാണ്. അപ്പോൾ ദ സ്കിൻ ഈസ് ദ ഓർഗൻ ദാറ്റ് ഹെൽപ്പ് us to recognize object by touch. It also help us to feel sensations like hot and cold. It covered and protects our body. The skin is the largest organ in the body. It prevents for pathogens from entering the body. The skin has a role in controlling the temperature of the body and eliminating waste through sweat. Protecting the skin. എങ്ങനെയെല്ലാം നമുക്ക് സ്കിന്നിനെ സംരക്ഷിക്കാൻ? വാട്ട് ഷുഡ് ബി കെയർഫുൾ ടു പ്രൊട്ടക്റ്റിംഗ് ദ സ്കിൻ? വി ഷുഡ് കീപ് ദ സ്കിൻ ക്ലീൻ. വി ഷുഡ് ഡ്രിങ്ക് സഫിഷ്യൻറ്റ് വാട്ടർ. വി ഷുഡ് ഇൻക്ലൂഡ് ലീഫ്ലി വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട് ഇൻ അവർ ഡയറ്റ്. ദ ഹെൽപ്പ് ഇൻ ദ ഹെൽത്ത് ഓഫ് ദ സ്കിൻ. Let us conduct an interview with a healthcare professional to know more about the functioning and protecting the sense organs. Prepare a questionnaire by including all your doubts. അപ്പോൾ നിങ്ങൾ സ്കൂളിൽ ഒരു ഹെൽത്ത് കെയർ പ്രൊഫഷണലിനെ ഇൻ്റർവ്യൂ ചെയ്യുകയാണ്. അപ്പോൾ അതിനുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങളോട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെ ക്വസ്റ്റ്യൻ നോക്കാം? ഹൗ സെൽഫ് ട്രീറ്റ്മെൻറ്റ് അഫക്റ്റ് ടു ദ ഹെൽത്ത് ഓഫ് അവർ സെൻസ് ഓർഗൻസ്? What should we be careful of to protect our sense organs? Which are the food items we should include in our diet to keep our sense organs healthy? Next, let us assess. There are restrictions in walking horse during extreme summer. What may be the reason? അല്ലേ, ചൂട് കാലത്ത് ജോലിയുടെ സമയം കുറയ്ക്കുന്നത് എന്തുകൊണ്ടാണ്? Workers exposed to extreme heat or work in hot environment are the risk of heat stress. This may lead to illness such as heart exertions, heart stroke, and even death. Second question, what features of an object can be understood through sight? അല്ലേ, sight, color, shape, size. Hearing, sound, distance, material. ടച്ച് ആണെങ്കിലോ സ്പർശം, ഷേപ്പ്, സൈസ്, ടെക്സ്ചർ, ടെമ്പറേച്ചർ. ഇവിടെ ഓരോ ജീവികളുടെയും ഓരോ ഭാഗങ്ങൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അത് എന്തിനെല്ലാമാണ് അവരെ ഹെൽപ്പ് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. വിസ്കേഴ്സ് ഹെൽപ്പ് ദം ടു ജഡ്ജ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ തിങ്സ് ആൻഡ് ഹൗ ഫാർ അവേ ഒബ്ജെക്ട്സ് ആർ ഫ്രം ദെയർ ഫേസ് ആൻഡ് ബോഡി ബൈ ഡിറ്റക്റ്റിംഗ് ദ വൈബ്രേഷൻ ഓഫ് എയർ. അല്ലേ, പൂച്ചയുടെ മീശ സഹായിക്കുന്നത് അതിനാണ്. അടുത്തത് എലിഫൻറ്റിൻ്റെ തുമ്പിക്കൈയാണ് അല്ലേ, അതെന്തിനൊക്കെയാണ് സഹായിക്കുന്നത്?
Elephants use their trunks for many functions including breathing, drinking, feeding, grabbing, smelling and trumpeting. അടുത്തത് എന്താണ്? ദിസ് ഈസ് എ സെൻസറി ഓർഗൻ ദാറ്റ് അറ്റാച്ച്ഡ് ടു ആൻ ഇൻസെക്ട്സ് ഹെഡ് വിച്ച് ഹാവ് ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻസ് ലൈക്ക് ടച്ച്, സ്മെല്ല് ആൻഡ് ഹിയറിംഗ്. ഫീലേഴ്സ് ആർ ദ ആൻറ്റിന ഓഫ് കോക്രോച്ച് അല്ലെ, കൂറയുടെ. ദീസ് ആർ റെസ്പോൺസിബിൾ ഫോർ ദ സെൻസ് ഓഫ് ടച്ച് ആൻഡ് സ്മെൽ ഓഫ് കോക്രോച്ച്. അപ്പോൾ ഇത്രയാണ് ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ടിട്ട് ഇംഗ്ലീഷ് മീഡിയത്തിലുള്ള ടെക്സ്റ്റ് ബുക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും ഒക്കെ. അപ്പോൾ വീഡിയോ എല്ലാവരും ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അപ്പോൾ പറയുകയാണ്, ഇതിൻ്റെ മലയാളം ഫുൾ മീനിങ് ആയിട്ടുള്ള വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ തൊട്ട് മുന്നത്തെ വീഡിയോയിലുണ്ട്, അത് കണ്ടു നോക്കുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. ബൈ.